പെണ്ണ് പടക്കപ്പെട്ട് വാരിയെല്ലുന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നത് അല്ലാ പെണ്ണ് പടക്കപ്പെട്ട് വാരിയെല്ലിൻ്റെ ഉള്ളതെന്ന്, അതുകൊണ്ടാണ് ഈ പെണ്ണ് എപ്പോഴും ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത്. എന്നാലേ ഈ ഉദാഹരിക്കണ വാരിയെല്ലിൽ ആരെങ്കിലും കംപ്ലൈന്റ് പഠിച്ചോനെ എന്റെ വാരിയെല്ല് വളഞ്ഞിക്കണേ പറഞ്ഞാൽ ആരെങ്കിലും പോയി കണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നുണ്ടോ? ആരെയും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഇല്ല. വാരിയെല്ല് വളയണം. കാരണം വാരിയെല്ലിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഓർഗൻസിനെയാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു സംഗതിയോടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തെ ഉപമിക്കുന്നത്. അപ്പൊ നമ്മളെ ഉപമയുടെ ആ ഒരു എന്താ പറയുക കോണ്ടെക്സ്റ്റ് നിന്ന് സംഗതി മാറ്റിയിട്ട് വളവ് മാത്രം നമ്മൾ പെണ്ണിനാണ്ട് കൊടുത്ത്, അത് തീരെ ശരിയായ നടപടിയല്ല. നമ്മളെ കുടുംബത്തിൻ്റെ മക്കളുടെ സംരക്ഷണം, വീടിൻ്റെ സംരക്ഷണം, പാർട്ട്ണറുടെ സംരക്ഷണം, മൊത്തത്തിൽ നമ്മളെ വീടിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും സേഫ്റ്റിയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അപ്പം അതിന് ഭംഗം പറ്റുന്ന, അതിനെന്തെങ്കിലും കോട്ടങ്ങൾ എവിടെയും സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പെണ്ണ് പ്രതികരിക്കും. ആ പ്രതികരണം ചിലപ്പോൾ കൂടിയെന്ന് വരും. അപ്പോൾ കാരണം അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തം ഓരോ കയ്യിലാണുള്ളത്. ഓൽക്കാണത് അറിയുള്ളൂ അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ഓരെ കുറ്റപ്പെടുത്തണ്ട. വാരിയലിൻ്റെ സ്വഭാവം വളവ് തന്നെയാണ്. ആ വളവ് സംരക്ഷണത്തിൻ്റെ വളവാണ്. നമ്മൾ മനസ്സിലാക്കുക.